ഹായ്, വെൽക്കം ടു സിജോസ് ടൈനി പ്ലാനറ്റ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പർദേശി സിനഗോഗ് ഫോർട്ട് കൊച്ചിയിലെ നമുക്ക് ഫേമസ് ആയ ഒരു സിനഗോഗാണ്. 1568 സ്ഥാപിച്ച ഒരു സിനഗോഗാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ഈ സിനഗോഗിലേക്ക് പോകുന്നത് നമ്മുടെ ജൂ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ജൂ സ്ട്രീറ്റ് നിങ്ങൾ കുറേ മൂവീസിൽ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഗ്രാമഫോൺ എന്ന മൂവിയിൽ നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും ഈ ജൂ സ്ട്രീറ്റ്. അതിൽ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ ആൻറ്റിക് സാധനങ്ങൾ കുറേ അങ്ങോട്ട് വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഹോളിയുടെ പൗഡർ, പല പല ആൻറ്റിക് കൾച്ചറൽ ഡ്രസ്സസ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ജൂ സ്ട്രീറ്റിൻ്റെ അറ്റം, അതായത് ജൂ സിനഗോഗിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സിനഗോഗിൻ്റെ വാതിലിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ക്ലോക്ക് കാണാം. ഈ ക്ലോക്കിന് നല്ലൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, കച്ചവടക്കാരെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലോക്കാണ്. ആ ക്ലോക്കിൽ റോമൻ ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം തൊട്ടപ്പുറത്തൊരു കൊട്ടാരമാണ്, അവിടുത്തെ മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ക്ലോക്കാണ്. അവിടെ മലയാളത്തിലാണ് ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നത്, അതായത് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത്. പിന്നെയുള്ളത് ഹീബ്രു ഭാഷയിലാണ്. അത് സിനഗോഗിൽ ഫേസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഹീബ്രു ഭാഷയിലാണ് അതിൽ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ക്ലോക്കും കൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്, അത് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്നേണ്ടി വരും. അതിൻ്റെ ടൈമിങ് കയറുമ്പോൾ ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. ഏകദേശം 450 വർഷം കഴിഞ്ഞിരുന്നു 2018. അപ്പോൾ അവിടെ ഒരു ആനിവേഴ്സറി ഭാഗമായിട്ട് അവർ കുറച്ച് പേര് പല ദിശയിൽ നിന്ന്, ഇസ്രായേലിൽ നിന്നും US നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, പല ദിശയിൽ നിന്ന് ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. ഈ സിനഗോഗിൽ 2 നിലയുണ്ട്. ആദ്യത്തെ നിലയിലും കുറച്ച് പ്രാർത്ഥനകൾ നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മുകളിലും ഒരു സെക്ഷനുണ്ട്, അവിടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് ഡീറ്റെയിൽസ് കൂടുതൽ അറിയില്ല, എങ്ങനെയാണ് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. ഇവിടെ കുറേ സ്വർണ്ണ ക്രൗൺസ്, ഗോൾഡ് ക്രൗൺസ് ഉണ്ട്. അതൊക്കെ ഗിഫ്റ്റഡ് ആണ്. അത് നമ്മുടെ മഹാരാജ ഓഫ് കൊച്ചി ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ഷാൻഡലേഴ്സും കാര്യങ്ങളൊക്കെ, സിൽവർ ഷാൻഡലേഴ്സൊക്കെ ബെൽജിയത്തിൽ നിന്ന് വരുത്തിച്ചേക്കുന്നതാണ്. പിന്നെയുള്ളത് 1800-കളിൽ ചൈനയിൽ നിന്ന് വരുത്തിച്ച ടൈലുകളാണ്. വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ടൈൽസാണ് നിലത്ത് പാകിയിരിക്കുന്നത്. ഏകദേശം 1100 ടൈലുണ്ട്. എല്ലാം ബ്ലൂ കളർ ടിൻറ്റ് യൂസ് ചെയ്തിട്ട്, ആ ബ്ലൂ കളർ ശരിക്കും വെജിറ്റബിൾ ഡൈ ആണ്. അതുകൊണ്ട് എല്ലാം ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്, ഒരു യൂണീക്ക് അല്ല, ഒരു മെഷീൻ ക്രാഫ്റ്റഡ് അല്ല. അതെല്ലാം ഹാൻഡ് പെയിൻറ്റഡ് പോലെ ചെയ്തേക്കുന്ന ടൈൽസാണ്. അതുകൊണ്ട് എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട ആ ക്ലോക്ക്, അതിന് വേണ്ടി ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1760-ൽ സ്ഥാപിച്ച ക്ലോക്കാണത്. ആ സമയത്ത് ഒരു ബിസിനസ്മാനായ എസക്കിയൽ റഹാബി എന്നൊരാളാണ് ആ ക്ലോക്ക് സ്ഥാപിച്ചത്. 45 അടി ഉയരത്തിലാണ് ഈ ക്ലോക്ക്. ഇതിന് 4 ഫേസ് ഉണ്ട്. ഒരു ഫേസിൽ ലാറ്റിനും, ഒരു ഫേസിൽ ഹീബ്രുവും, ഒരു ഫേസിൽ മലയാളവും, ഒരു സൈഡ് ബ്ലാങ്കാണ്. അങ്ങനെ 4 ഫേസായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലോക്ക് ടവറാണത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരുന്നത് കോപ്പർ പ്ലേറ്റ്സ്. ഇവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന കോപ്പർ പ്ലേറ്റ്സ് 1000 CE അന്നത്തെ ലെജൻഡറി കേരള രാജാവായ ചാരമാൻ പെരുമാൾ എന്നൊരാളാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, ഗിഫ്റ്റഡായിട്ട് കൊടുത്തേക്കുന്നതാണ്. നമ്മൾ ഇതിന് ഈ സിനഗോഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോർട്ട് യാർഡ് ഉണ്ട്. അതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജ്യൂസിൻ്റെ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ശരിക്കും പറഞ്ഞ ഒരു അമ്പലത്തിൻ്റെ സൈഡ് ഭാഗമാണ്. ഇപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ജ്യൂസും അമ്പലവും ഇതെല്ലാം ഒരു ഹാർമണിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. അതൊരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ സിനഗോഗിൻ്റെ കവാടത്തിൻ്റെ അവിടെ തന്നെ ഒരു മ്യൂസിയം പോലെ, ചെറിയൊരു മ്യൂസിയം പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ പെയിൻറ്റിങ്സും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കത് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 2018-ൽ 450 വർഷം അതിൻ്റെ ആനിവേഴ്സറി ആഘോഷിച്ച ഫോട്ടോസ്, പല ദിക്കിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു മ്യൂസിയം കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ആ സ്ട്രീറ്റ് ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ആ സ്ട്രീറ്റിലിരുന്ന് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിട വാങ്ങി. അപ്പോൾ ഇതാണ് പർദേശി ഫോറിനർ, പർദേശി സിനഗോഗ്. ഒരു കാര്യം വിട്ടുപോയി. ഈ പർദേശി സിനഗോഗ് എന്ന് പേര് വരാൻ കാരണം അന്നത്തെ കാലത്ത് യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ജ്യൂസ് ഒളിച്ചു താമസിച്ച് ഇവിടെ കുടിയേറിയ
ഒരു സിനഗോഗാണ്. അതുകൊണ്ടാണ് ഇതിന് പേര് പർദേശി എന്ന് വന്നത്. പർദേശി എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ്. അപ്പോൾ ആ കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.